ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു. ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക, ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും. ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും. നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. നമുക്ക് വായിക്കാം ഒരു വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 55 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 15 വേഴ്സ് 55 to 58 വായിച്ചു കേൾക്കാം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവീൻ. നല്ല വചനമോർത്ത് ഒരു ആമീൻ പറഞ്ഞാട്ട്. എന്താണ് കാൽവറി ക്രൂശ്? എന്താണ് ക്രൂശിന്റെ മേൽ നടന്ന ജയം? ഇനി ഞാൻ നിങ്ങളോട് പറയാം. ക്രൂശ് കാണുന്നൊരു ഭക്തന്റെ മനസ്സ് പിടയ്ക്കണം. കാരണം ക്രൂശിൽ സംഭവിച്ചതല്ല, ക്രൂശിൽ നിവർത്തീകരിക്കപ്പെട്ടതോർത്ത് ഒരാമീൻ പറഞ്ഞാട്ട്. ക്രൂശിൽ സംഭവിച്ചത് സങ്കടമല്ല, ക്രൂശിൽ സംഭവിച്ചത് പലതിന്മേലും വിജയമാണ്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരാമീൻ പറഞ്ഞാട്ട്. അതെന്താന്ന് ഒന്ന് വെളിപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ തലകുനിച്ചിരിക്കുന്ന ദിവസമല്ല, നീ തല നിവർത്തുന്ന ദിവസമാണ്. നീ മുട്ടുകുത്തുന്ന ദിവസമല്ല, നീ ദൈവത്തിന് സ്തോത്രം മാമി സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി സ്തുതിക്കുന്ന ദിവസമാണ്. ഇവിടെ ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുക. ഞാൻ ദൂതിലേക്ക് വരുന്നു. സഭയ്ക്ക് ലേഖനം എഴുതുക. സഭയുടെ ക്രമക്കേടുകളെ പറ്റി 1, 2, 3, 4 അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നു. ഒരു സഭയ്ക്ക്, കൊരിന്തിലെ സഭയ്ക്കകത്തൊരു പ്രശ്നമുണ്ടായി. പ്രശ്നം ശ്രദ്ധിക്കണം. വിശ്വാസികൾ പക്ഷം ചേർന്നു. ഞാനും തുടക്കത്തിലേ പറയാം, പക്ഷം ചേരരുത്. മിണ്ടുന്നില്ല. ചിലര് പറഞ്ഞു ഞാൻ അപ്പല്ലോസിന്റെ പക്ഷം, ചിലര് പറഞ്ഞു ഞാൻ പൗലോസിന്റെ പക്ഷം, ചിലര് പറഞ്ഞു ക്രിസ്തുവിന്റെ പക്ഷം. പൗലോസ് ചോദിക്കുന്നു, ഹല്ലേലൂയ, നിങ്ങളിൽ ഇങ്ങനെ പക്ഷം തരാൻ ഞങ്ങൾ എന്തോ ചെയ്തു? പൗലോസ് പറഞ്ഞു, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളർത്തിയവൻ. ഒരാമീൻ പറഞ്ഞാട്ട്. ജീസസ് വോയിസിന്റെ സഭ ആനി ബ്രദറിന്റെ അല്ല, ദൈവത്തിന്റെയാ.
ഒരാമീൻ പറഞ്ഞാട്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയിക്കാൻ ദൈവം നിങ്ങളെ ശുശ്രൂഷകന്മാരാക്കി വെച്ചിരിക്കുന്നു. മനസ്സിലാക്കണം, സഭ ഒരു വ്യക്തിയുടെ അല്ല. ഒരു വ്യക്തിയുടെ പേരിൽ സഭ അറിയപ്പെടുന്നെങ്കിൽ ഓർത്തോളം, സഭ ക്രിസ്തുവിൻ്റെതാണ്. ഞാൻ വിശ്വസിക്കുന്നു, സഭയ്ക്ക് നടുവിലൂടെ യേശു ക്രിസ്തു എന്ന രക്ഷകൻ ഇന്ന് പകൽ നടകൊള്ളുകയാണ്. അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ഇനി ഞാൻ വാക്യത്തിലേക്ക് വരുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1, 2, 3, 4 ലേഖനങ്ങളിൽ സഭയിൽക്കകത്തുണ്ടായ ഭിന്നതകളെ പൗലോസ് തൻ്റെ എഴുത്തുകളാൽ അവരുടെ ചിന്തകളെ മാറ്റിയെടുക്കുക. ഞാനൊരു കാര്യം പറയാം, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന എല്ലാ ചിന്തകളെ മാറ്റുന്നത് ദൈവവചനമാണ്. ഒരാമയും പറഞ്ഞാട്ട്. റോങ് ആയ എന്തെങ്കിലും തോട്ട്സ് നിന്റെ മൈൻഡിനകത്ത് പിശാച് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ ജയിക്കുന്നത് വചനം കേൾക്കുമ്പോഴാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശ്രദ്ധിക്കണം, എല്ലാവർക്കും പ്രോപ്പർ വേയിൽ ചിന്തിക്കാൻ ചിലപ്പോൾ നിയോഗം കിട്ടിയെന്ന് വരത്തില്ല, നടത്തിപ്പ് ലഭിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ റോങ് ആയി ചിന്തിച്ചേക്കാം. ചില സംസാരങ്ങൾ നമ്മെ റോങ് ആയ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയേക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ കറക്റ്റ് ചെയ്യുന്നത് വചനമാണ്. വചനം ഒരു കണ്ണാടിയാ. വചനം എന്താണ്? എത്ര നേരം കണ്ണാടി മുമ്പേ ഇവിടെ പാടുണ്ടോ, പാടുള്ള ക്ലീൻ ചെയ്ത് ഗ്ലോറി വേറെ ക്രീം പരച്ച് തൂത്തേച്ച് പിന്നെ സ്കിന്നിന് പറ്റിയ സാധനം ഇങ്ങനെ പിടിപ്പിച്ചു. പിന്നെ ഇങ്ങനെ തൂത്തപ്പം വെള്ളത്തുവാല ചുമന്നു പോയി. ഞാനൊരിക്കലൊരു പെങ്കൊച്ചിൻ്റെ കല്യാണം നടത്താൻ പോയി. ഗ്ലോറി, സുന്ദരിയായൊരു പെങ്കൊച്ച് കല്ലുകൊണ്ട് കൊത്തിയെടുത്ത പോലെ നിൽക്കുക. ഇവിടെ വന്ന മുഴുവൻ പിന്നെ ശ്രദ്ധയാ കൊച്ചിനെയാ. ഹല്ലേലൂയ. എല്ലാം ഭയങ്കര. ഞാൻ നല്ല ബ്ലാക്ക് സൂട്ടായിട്ടേക്കുന്നേ. പ്രൈസ് ഗോഡ്. കല്യാണം നടത്തുന്ന സമയത്ത് ഹല്ലേലൂയ ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയിട്ട് ഏദൻ പൂങ്കാവനത്തിൽ ആദം ഹവ്വമാരെ യോജിപ്പിച്ച അദൃശ്യ ദൈവമേ എന്ന് പറഞ്ഞ് ഈ കൊച്ചിൻ്റെ കൈക്ക് പിടിച്ച് ചെറുക്കൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഇത്ര എനിക്കറിയത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പം കല്യാണം ഭയങ്കര മുക്കാലവസ്ഥയെത്തി വെച്ച് എല്ലാം ശ്രദ്ധിക്കും. എനിക്കൊന്നും പിടി കിട്ടുന്നില്ല. അവർ ഒരാൾ ചെയ്യുമെന്ന് പറഞ്ഞു. സൂട്ട് മുഴുവൻ വെളുത്തു. അപ്പോഴാണ് ഞാൻ നോക്കിയത്, ഈ പിടിച്ച കയ്യാൽ അടിച്ച പെയിന്റ് ഇളകി എൻ്റെ കയ്യെ പിടിച്ചു. പിന്നല്ലേ പിടികിട്ടിയേ പെണ്ണ് പെയിന്റ് ആയിരുന്നു. ഇങ്ങോട്ട് നോക്ക് പറയട്ടെ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാം. പ്രൈസ് ഗോഡ്. ഇന്നും കർത്താവിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ അകത്തൊരു ധൈര്യമുണ്ട്. ഏതിന്മേലും നിനക്കൊരു ജയം കർത്താവ് തരും. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്തോത്രം. നമ്മൾ വാക്യത്തിലേക്ക് വരിക. കർത്താവിന് സ്തോത്രം. അവിടെ പറഞ്ഞാൽ ഇവിടെങ്ങും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരിക. ധന്യനായ പൗലോസ്ലീഹ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒടുവിൽ ഇവിടെ എഴുതിയിരിക്കുക. കർത്താവിന് സ്തോത്രം. നമുക്ക് അതിന്റെ 55-ാമത്തെ വാക്യം വായിച്ചു തുടങ്ങാം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഇതെപ്പോഴാ പറയുന്നത്? ഭക്തന്മാരാ പറഞ്ഞത്. ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞ മരണത്തെ ജയിക്കുന്ന ഒരു ശക്തി പ്രാർത്ഥിക്കുന്നവനകത്തുണ്ട്. മരണഭയം ഒരു വല്ലാത്ത ഭയോ. അവിടെ മിണ്ടുന്നില്ല. മരണഭയം അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. മരണഭയം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭയമാണ്. ക്രൂശിൽ മരിച്ചതോർത്ത് നീ കരയുവല്ല, ക്രൂശിൽ മരിച്ചപ്പോൾ നിനക്ക് ലഭിച്ച വിടുതൽ ഓർത്ത് നീ തുള്ളിച്ചാടണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചില ആൾക്കാർ അവരുടെ അജ്ഞത കൊണ്ട്, അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഇപ്പോഴും ക്രൂശെ നോക്കി കരയുന്ന ആൾക്കാരുണ്ട്. ബ്രദറെ, കുരിശല്ല വിടുതൽ തന്നേ, ക്രൂശെ കിടന്ന് യേശുവാ വിടുതൽ തന്നേ. മിണ്ടുന്നില്ല. യേശു തന്നെ സ്വർഗത്തിൽ നിന്ന് ചോദിക്കുക, എടാ മക്കളെ, എല്ലാവരും ക്രൂശിന് വില കൊടുക്കുക, എനിക്കൊരു വിലയില്ലല്ലോ. മിണ്ടുന്നില്ല. മനസ്സിലായോ? എന്നൊക്കെ പരിപാടി. ആ ക്രൂശ് കൊണ്ട് എടുത്തോണ്ട് പോകുന്നു, തോളെ വെച്ചോണ്ട് പോകുന്നു, അടക്കുന്നു. കർത്താവ് കുഞ്ഞെ, ക്രൂശല്ല വിഷയം, ക്രൂശെ കിടന്ന യേശു ആ വിഷയം. ഒരാമയും പറഞ്ഞാട്ട്. കൃപയാൽ നീ എത്തിയിരിക്കുന്നത് ക്രൂശിന്റെ അടുക്കലല്ല, ക്രൂശിൽ മരിച്ച യേശുവിന്റെ അടുക്കലേക്കാ. ക്രൂശിൽ സംഭവിച്ചതെന്താണെന്ന് അറിയാം? മറിയയുടെ ഉദരം യേശു കടമെടുത്തു. എന്തിനാ? ദൈവം ജഡാവതാരം എടുക്കാൻ. ഒരാമയും പറയണം. മറിയയുടെ ഉദരം എന്ത് ചെയ്തു? ക്രിസ്തു. അതുകൊണ്ട് ചിലർ പറയാറുണ്ട് മറിയ ഒരു വിശുദ്ധയാണ്. ആയിക്കോട്ടെ,
പക്ഷെ ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, യേശു എന്തിന് വന്നെന്നറിഞ്ഞാലേ മറിയയുടെ പ്രാധാന്യത എന്താന്ന് പഠിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ രാജ്യത്തെ സ്ത്രീകൾ, കർത്താവിന് സ്തോത്രം, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, കന്യക ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കും. പ്രൈസ് ഗോഡ്. ഈ പ്രവചനം വിശ്വസിച്ച മതം അന്ന് തൊട്ട് സ്ത്രീകൾ വിവാഹം കഴിക്കാതെ, കന്യാത്വം നഷ്ടപ്പെടാതെ ഉദരം ഒരുവന് ജനിക്കാൻ തുറന്നു കൊടുക്കുകയാണ്. പക്ഷെ മറിയയുടെ ഉദരം കർത്താവ് എടുത്തു. ജീസസ് ജഡാവതാരം എടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, മറിയയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു ജനിച്ചു. മറിയ അല്ലായിരുന്നെങ്കിൽ വേറൊരാട് ഉദരം എടുത്താലും കർത്താവ് ജനിച്ചേനെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പക്ഷെ യേശു ക്രിസ്തു ജനിച്ചു. മറിയ മോശക്കാരി എന്നല്ല, മറിയ ഏറ്റവും അത് ഞാൻ ബഹുമാനിക്കുന്നു. ആരാധിക്കത്തില്ല, കാരണം ആരാധിക്കപ്പെടാൻ യോഗ്യൻ ക്രിസ്തു മാത്രം. ആരെങ്കിലും വേറെ ആരാധിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞെ തെറ്റിപ്പോയി. ഒരു വിശുദ്ധന്മാർക്കും ഒരു പുണ്യവാളന്മാർക്കും യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ കഴിവുള്ള ഒരാൾ മാത്രം, അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രധാന കാര്യത്തിലേക്കാണ് വരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ നമുക്ക് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം ബൈബിളിൽ. റോമാലേഖനം എടുക്കാം. റോമാലേഖനം. ഹല്ലേലൂയ. റോമൻ ചാപ്റ്റർ 5 5-ാം അധ്യായത്തെ തുടർന്നായിരിക്കും നല്ലത്. നല്ല ഒത്തിരി വാക്യങ്ങളുണ്ട്. 5-ാം അധ്യായത്തിലെ വാക്യത്തെ തൊടാം. വാക്യം 12. ആമീൻ. റോമൻ ചാപ്റ്റർ 5 വേഴ്സ് 12 ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാൽ എന്തോ ഉണ്ടായി? പാപം. ആദാമും ഹവ്വായാകുന്നോ? ഹവ്വായിക്കോളാം. ശരീരം കൊണ്ടാണ്. ഇങ്ങോട്ട് നോക്ക് പറയാം. ആ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോണ്ട് നിങ്ങൾ നോക്കണ്ടേ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ദൈവം ഭയങ്കര മനോഹരമായിട്ടാണ് ഏതാ സൃഷ്ടിച്ചേ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ വീട്ടിന് മുറ്റത്തുണ്ടായ ഉണക്കയാത്തക്ക പോലൊന്നും അല്ല. നല്ല പടപടപ്പ സാധനം ഉണ്ടായത്. അപ്പം ഹവ്വായെ എപ്പോഴും ഈ ആദമും ഹവ്വയും കൂടി ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ ഭയങ്കര യൂണിറ്റിയാണ്. പക്ഷെ ഒരു ദിവസം ഇവർ തമ്മിൽ ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു. ഇന്നലെ വൈകിട്ട് 7:30 നിങ്ങളുടെ വീട്ടിലുണ്ടായ പോലെ ചെറിയൊരടച്ചിൽ, വലിയൊന്നുമില്ല. ചെറിയ അടച്ചിലുണ്ടായപ്പോൾ ഇത്രയും ഭൂകമ്പം ഉണ്ടായെങ്കിൽ വലുതുണ്ടായാലോ. ചെറുതായിട്ടൊന്ന് ഇടഞ്ഞ് ഹവ്വ വിളിച്ചു, ഞാൻ ഈവനിങ് വാക്കിന് പോവാ, വരുന്നോ? ഞാൻ വരുന്നില്ല, പൊക്കോ. ഹവ്വ അമ്മച്ചു തന്നെ പോകുമ്പോൾ ഒരു ഗാർഡൻ സ്നേക്ക് ഇങ്ങനെ ഹവ്വയെ ഫോളോ ചെയ്യുക. നിൻ്റെ വീട്ടിലുള്ള ഉടച്ചിൽ വരാൻ നോക്കിയിരിക്കുകയായിരുന്നു ചിലർ നിന്നോട് കൂടാൻ. ഉണ്ടെന്നില്ല. ഇനി സാത്താൻ്റെ ഒരു വലിയ തന്ത്രം നിങ്ങളോട് പറയാമേ, അത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഹവ്വയോട് ചോദിച്ചു, നീ വൃക്ഷഫലം ഇത് തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു, തിന്നുകയോ അല്ല, നോക്കുക പോലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ തൊടുക പോലും ചെയ്യത്തില്ല. ഇങ്ങോട്ട് നോക്കും. സാത്താൻ ഇതിനെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. പ്രൈസ് ഗോഡ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഭംഗി കണ്ടോ, ഇതിൻ്റെ ടേസ്റ്റ് കണ്ടോ, ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹമുണ്ടോ? ഇതൊന്ന് പറിച്ചങ്ങോട്ട് തിന്ന്. ഞാൻ ഓർക്ക, എൻ്റെ ഹവ്വ വെച്ച് നിങ്ങൾ മാത്രം തിന്നച്ച് ഞങ്ങളെ ഒഴിച്ചായിരുന്ന ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടൻ. അതങ്ങനല്ലല്ലോ, ഹവ്വ കൊടുത്ത ആദം തിന്നുമല്ലോ. അപ്പം ശ്രദ്ധിക്കണം, ഒരു ഗാർഡൻ സ്നേക്കായിട്ട് ഉൽപ്പത്തിയിൽ വെളിപ്പെട്ട പാമ്പ് വെളിപ്പാട് വരുമ്പം 10 തലയുള്ളവനായി വരിക. എന്താ, എല്ലാവരും കൂടെ ആരാധിച്ച് അവനെ അങ്ങ് വലുതാക്കി. ഉപദേശിമാരടക്കം പ്രസംഗിച്ച് വലുതാക്കി. സാത്താൻ കണ്ടില്ലയോ നിന്റെ വീടിനെതിരെ കരുതുള്ളി വരുന്നു. അപ്പൊ യേശുവിന് ഒരു ശക്തിയില്ല. ഒരു ചോദ്യം, എടാ നീ വിളിക്കുന്ന യേശുവിന് ഒരു ശക്തിയില്ലയോ? യേശുവിന്റെ ശക്തി പഠിച്ചില്ലെങ്കിൽ സാത്താന്റെ ശക്തി നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. യേശുവിന്റെ ശക്തി പഠിക്കുന്നവൻ പറയും, ഏത് പിശാച് വാണാലും അതിന്റെ മീതെ യേശുവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പ്രസംഗിക്കുന്നത് പിശാചിന്റെ ശക്തിയെ കുറിച്ചല്ല, യേശുവിന്റെ ശക്തിയെ കുറിച്ചാണ്. ഈ യേശു മരിച്ചപ്പോഴേ യേശുവിനെ ഇങ്ങനെ 7 മതന്യായ കോടതികൾ മാറി മാറി വിസ്തരിച്ചു. ഹല്ലേലൂയ. അവരെല്ലാം എഴുതിയ ലിസ്റ്റ് കേട്ടോണേ. ഇവൻ നീതിമാൻ, ഇവൻ ഒരു കുറ്റവും ഒരാമയും വരുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടെ. അവനെ അങ്ങോട്ട് കൊണ്ടുപോയി ഈ യഹൂദ മതമെല്ലാം ഇളകി. ഹല്ലേലൂയ. അവർ പറഞ്ഞു, കണ്ടോ ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ ബലം കൊണ്ട് ജീസസ് യേശുവിനെ ക്രൂശിക്കുക. യേശു ചിരിച്ചോണ്ട് പറഞ്ഞു, മടയ, ഉൽപ്പത്തിയിലെ പ്രവചനം ഇപ്പം നിറവേറുക.
അതിനർത്ഥം യേശുവിനെതിരെ അയ്യം വിളിച്ചവന്റെ നേതാവിന്റെ തല കാൽവറിയിൽ ഉടയുകയാ. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, നിനക്ക് വിരോധമായി ദുഷ്ടൻ ഉണ്ടാക്കിയ എല്ലാ കുതന്ത്രങ്ങളെയും അഴിക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപ ഇതിനകത്ത് എനിക്ക് കർത്താവ് ഉറപ്പ് തരുന്നു. ഇന്ന് ചിലടത്ത് ജയം വെളിപ്പെടാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ കൂടാരത്തിനെതിരെ ഏതൊക്കെ ശക്തികൾ പടപുരുതി എഴുന്നേറ്റ് നിന്നാലും ആ ശക്തികളെ ചവിട്ടി താത്തിട്ട് അതിന്റെ മീതെ ഒരു കൊടി ദൈവം സ്ഥാപിക്കാൻ പോകുകയാ. അതിന് യഹോവ നിസി എന്ന് പേര് പറയും. ആ കൊടിയുടെ പേരാ ജയത്തിന്റെ കൊടി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ. കർത്താവ് ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യ ലേഖനത്തിനകത്ത് എഴുതിയേക്കുന്ന ഒരു വാക്യമുണ്ട്, വായിക്കണം. ഞാൻ ഇങ്ങോട്ട് പറയാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തിനെ കാൽവറിയിൽ മായ്ച്ചു കളഞ്ഞു. മിണ്ടുന്നില്ല. കാൽവറിയിൽ എന്നാ ചെയ്തു? മനസ്സിലായില്ലയോ? 57-ാമത്തെ വയസ്സിൽ നീ തട്ടിപ്പോകുന്ന എഴുതി വെച്ചത് കാൽവറി മായ്ച്ചെന്ന്. പിടികിട്ടിയോ? നിന്റെ അസ്ഥി ഒടിഞ്ഞു നീ ഏന്തി ഇങ്ങനെ നടക്കുമെന്ന് ആമ എഴുതി വെച്ചത് കർത്താവ്. ഞാൻ ഒരു വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിലെ മോൻ്റെ പേര് സോണിയെന്നാ. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോനാ. ഞാൻ ചോദിച്ചു, എനിക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജൊക്കെ അയക്കുന്ന ആളാ. ഞാൻ ചോദിച്ചു, എടാ സോണി മോനെ, ഡാഡി എന്തി? ഡാഡി ഒരുങ്ങി കിടക്കുവാ. ഞാനോട് തിരിഞ്ഞ് ഞാൻ കേട്ടെന്നെ വിശ്വസിക്കാന്നോ? പിന്നെ ചോദിച്ചു, സോണി മോനെ ഡാഡി എന്തിയാ? പക്ഷേ ഡാഡി ഒരുങ്ങി കിടക്കുവാന്ന്. ഒരുങ്ങിപ്പോവാന്ന് കേട്ടിട്ടില്ലയോ? അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഒന്നേ ഞാൻ കേട്ടതിൻ്റെയാ അല്ല ഇവൻ പറഞ്ഞതിൻ്റെയാ. ഞാൻ സോണിമാനെ തെളിച്ച് പറ വരാൻ പറഞ്ഞു. വിളിച്ച് ബെഡ്റൂമിൽ കൊണ്ടുപോകാൻ നല്ല AC ഒക്കെ ഇട്ട് നല്ല ഹൈ കൂളിങ്ങിനകത്ത് അച്ഛൻ കമ്പിളി പുതച്ച് ഒരുങ്ങി കിടക്കുക. പിന്നെ എന്നാ കട്ടിലൊക്കെ ഞാൻ ഫസ്റ്റേ പോവാ. ഒരുങ്ങിയച്ച് കുവൈറ്റിൽ പോവാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കട്ടിലേക്ക് കൊടുത്തോണ്ട് പോവാന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കേൾക്കുക. അപ്പം ഞാൻ ചാച്ചാ കാര്യം പറ. അത് എനിക്ക് മൂത്ത 4 കൂടെ ഉണ്ട്. പിള്ളേരുടെ മൂത്ത 5 പിള്ളേരാ. 4 എണ്ണം 56 വയസ്സ് തികഞ്ഞ് ബർത്ത്ഡേ തികഞ്ഞ് ഒരാഴ്ചക്കകം മരിച്ചുപോയി. പുള്ളിയുടെ 56 ഇന്നലെ തികഞ്ഞു. അപ്പോൾ വണ്ടി ഇടിച്ച് ആകണ്ടെന്ന് വിചാരിച്ചാ പുള്ളി കട്ടിലേക്ക് കിടക്കുന്നത്. ഞാൻ പറഞ്ഞ അച്ചായ അച്ഛൻ ടെൻഷൻ എടുക്കണ്ട. അച്ഛൻ്റെ വീട്ടിലെ 5 പേരുടെ 56-ാമത്തെ വയസ്സിൽ ഒടുങ്ങിപ്പോകാൻ എഴുതിയത് തുടയ്ക്കുന്നൊരു തുടറവറുണ്ട്. ഞാൻ വിളിച്ചു പറയാം, കാൽവറിയിൽ അത് സംഭവിച്ചു. നിനക്ക് വിരോധമായി എഴുതി വെച്ച കൈയെഴുത്തിനെ കാൽവറിയിൽ പ്രാർത്ഥിക്കുന്നതിനോട് വിളിച്ചു പറയാം, ആരാധിക്കുന്ന നിന്നോട് വിളിച്ചു പറയാം, അവൻ കാൽവറിയിൽ ചിലതൊക്കെ നിവർത്തിക്കാൻ പോകുകയാ. നോക്കേ. അപ്പൊ അച്ഛനോട് ചോദിക്കുക, ബ്രദറെ അതെവിടെ കിട്ടും? അത് ഉമ്മൻചേട്ടൻ്റെ കടയിൽ കിട്ടത്തില്ല. ആ റവറല്ല, ഇത് കാൽവറിയിൽ നിന്ന് കിട്ടുന്നതാ. അവൻ ചോദിച്ചാൽ അതിനെന്നെ ചെയ്യണം? ഞാൻ പറഞ്ഞു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. അയ്യോ അതിനെന്നാ ചെയ്യണം? മുട്ട വലിയണോ? വേണ്ട, ഞാൻ പറഞ്ഞു തരാം. യേശു അച്ഛൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. യേശു മാത്രമേ ദൈവമുള്ളെന്ന് വിശ്വസിക്കുന്നു. മതി. ഞങ്ങളുടെ പ്രാർത്ഥന വാചകം ചൊല്ലിക്കൊടുത്ത്, കർത്താവേ അങ്ങോട്ട് പറഞ്ഞ്, കർത്താവേ ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരിക. അദ്ദേഹം എന്നോട്, കർത്താവേ ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരിക. ഞാൻ പാപിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് മാത്രം ദൈവമാണെന്ന് ഞാൻ വാ കൊണ്ട് ഏറ്റു പറയുന്നു. ബ്രദർ ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട ബ്രദർ. ഇനി അച്ഛൻ കാർ എടുത്തോണ്ട് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ പോകണം. തുടച്ചു. എപ്പോൾ തുടച്ചു? അച്ഛനെ സമർപ്പിച്ചപ്പോൾ തന്നെ തുടച്ചു. വയസ്സ് 74 ഇന്നും ചത്തിട്ടില്ല. കാൽവറി എന്ന് പറയുമ്പോൾ അകം പടയ്ക്കുന്നതിൻ്റെ രഹസ്യം ക്രൂശിന്റെ വലിപ്പമല്ല, ക്രൂശിൽ എനിക്ക് വേണ്ടി അവൻ നിവർത്തിച്ചു. ഞാൻ ആത്മാവെ വിളിച്ചു പറയാം, ഹല്ലേലൂയ. നമുക്ക് വിരോധവും പ്രതികൂലമായ കയ്യെഴുത്തിനെ ക്രൂശിൽ എന്ത് ചെയ്തു? ഈ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവം വരുമ്പോൾ നിങ്ങൾ പറയണം, അത് മായ്ച്ചാന്നല്ല, പിന്നെ എന്തുവാ? പിടികിട്ടിയോ? നിന്റെ ആ മാരക രോഗം, ഈ ചില രോഗം വന്നിട്ട് നിങ്ങൾ ചാകാത്ത എന്നാണെന്നറിയോ? നിന്റെ മരണ ഡേറ്റ് കർത്താവ് മായ്ച്ചു. അതുകൊണ്ടാണ് ബൈബിളിൽ വായിക്കുന്ന മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളവ. മനസ്സിലായില്ലയോ? ഫുഡ് പോയ്സൺ ഉണ്ടായി മരിച്ച എത്ര എണ്ണത്തെ ഞാൻ അടക്കിയിട്ടുണ്ടെന്നറിയോ? അതിനെക്കാട്ടി വിഷമുള്ള നീ കഴിച്ചിട്ടും അകത്ത് ഡൈജഷൻ നടന്നു.
നീ അറിയാതെ പ്രാർത്ഥിച്ചു കുടിച്ച വെള്ളം അങ്ങോട്ട് ചെന്നപ്പം നിന്റെ വയറിൻ്റെ കാര്യം ശരിയായി. അത് നിന്റെ ഓരോ അവയവത്തെ പിടിക്കാതെ നിന്നെ ഒഴിഞ്ഞുപോയി. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ദുഷ്ടൻ ഒരു വഴിക്ക് കുതന്ത്രങ്ങൾ അഴിച്ചു വിടുമ്പോൾ അതിനെ ജയിക്കുന്നതാ നിന്റെ മേൽ പകർന്ന ദൈവകൃപ. കുഞ്ഞെ, ഈ മരണഭയം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഭയമാണ്. ഇങ്ങോട്ട് നോക്ക്, ഇടത്തെ കൈക്ക് ഒരു പെരുപ്പുണ്ടായാൽ, മരണഭയമുള്ള ഒരു ഇടത്തെ കൈക്ക് ഒരു പെരുപ്പുണ്ടായാൽ മതി, അവർ ആശുപത്രിയിൽ പിന്നെ ഇറങ്ങുകയില്ല. മാത്രമല്ല അവരുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നിടത്തും സൂക്ഷിച്ചോണേ, ഇടത്തെ കൈക്ക് പെരുപ്പ് വന്നാൽ നോക്കിക്കോണേ. കാരണം മിണ്ടുന്നില്ല. ഇവിടെ ഇടത്തെ കൈയും വലത്തെ കൈയും നെഞ്ചും മൊത്തം ശരീരം മൊത്തം പെരുത്തിട്ട് ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്കുന്ന ഞാൻ പറയുന്ന ദൂത് ശ്രദ്ധിച്ചേ, മരണഭയം വിട്ടുപോകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പൗലോസ്ലീഹ പറയുന്ന ഒരു പദം കേൾക്കണോ? ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു. അടുത്തത് വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത ഭാഗം മേലോലും വിടുവിക്കും. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ കർത്താവിന് സ്തോത്രം മരിക്കുന്ന ഭയങ്കര പേടിയോ. ഇപ്പം മരണം വല്ല പേടിയുണ്ട്. ചിലൊക്കെ പ്രസംഗം കൊണ്ട് പറയൂ, മരണത്തെക്കുറിച്ചൊന്നും പ്രസംഗിക്കല്ലോ കേട്ടോ. ഈ സമയാന്തരത്തിൽ പാട്ട് കേൾക്കുമ്പോൾ എത്ര പേര് അറ്റൻഷനാണ് കണ്ടിട്ടുണ്ട്. യോഗത്തിനൊരു സ്വോത്രം വരാത്ത പുള്ളികളൊക്കെ. ഞാനൊടുത്ത് ചത്തയാളുടെ ബഹുമാനം എവിടെ പേടിച്ചിട്ട് നിൽക്കുക. പിന്നെ വരുന്ന ഉപദേശിമാർ പറയാറുണ്ട്, ചില പ്ലാവല പൊഴിയുമ്പം അടുത്ത പ്ലാവല ചിരിക്കും. ചിരിക്കാനാടാ നീയും പൊഴിയൊന്ന്. ഇതൂടെ കേൾക്കുമ്പം ഹല്ലേലൂയ. പിന്നെ ഉപദേശി പാസ്റ്ററെ മരിക്കുന്നവനെ അന്ത്യയാത്ര അയക്കുമ്പോൾ ഒരു വാക്കുകളുണ്ട്, ഹല്ലേലൂയ, മുമ്പേ പോയിടുന്നോർ അർത്ഥം നീയും പോകുന്നു. മസിൽ പിടിക്കണ്ടാവോ? കാരണം ഇവിടെ നമ്മുടെ വീടല്ല. ഒരാമയും വരുന്നില്ല. കർത്താവിനെ വിളിച്ചതിന് നിനക്ക് ഓരോ പ്രോത്സാഹന സമ്മാനം ദൈവം തന്നേ ഉള്ളൂ. കുറെ നാൾ വാടക വീട്ടിൽ കിടന്ന നിനക്കൊരു പുതിയ വീടിന്റെ ചാവി പ്രോത്സാഹന സമ്മാനമാണ്. അത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കർത്താവിനെ വിളിക്കുന്നതിന് കൂടെ പ്രോത്സാഹന സമ്മാനം. എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതിയേക്കുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കണം. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. കാൽവറി നിങ്ങൾ വിചാരിച്ചത് 3 ആണി ഒരു കരച്ചിൽ വന്നാണ്. അല്ല, നിന്റെ കണ്ണിൽ അതേ കാണാൻ കഴിയുന്നുള്ളെങ്കിൽ കാൽവറിയെ കുറിച്ച് നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തു കാൽവറിയിൽ മരിച്ച 3 ആണിയല്ല നീ കാണേണ്ടത്. അതിനപ്പുറത്തും നിവർത്തീകരിക്കപ്പെട്ട സത്യത്തെ തിരിച്ചറിയണം. അന്തരീക്ഷം മാറാമോ? ആത്മനില ഓപ്പണാകുമ്പോ ഇന്ന് ചിലതിനെ വെട്ടിയ പണ്ടു ഒരു അധികാരത്തിന്റെ കൈമാറ്റം. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ അസ്ഥി ഉറക്കട്ടെ. ഇവന്റെ അസ്ഥി ഉറക്കാം. പരീക്ഷ വിശ്വസിക്കണം.
നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം. അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം. അങ്ങ് ജയാളിയായി ആമേ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്, തൊട്ട് താഴത്തെ നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറും. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.